തിരുവനന്തപുരം ചിറയിൻകീഴിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചതിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ദീക്ഷിതിന് പാമ്പ് കടിയേറ്റെന്ന് രക്തപരിശോധനയിൽ കണ്ടെത്താത്തതിനാലാണ് ആന്റി സ്നേക് വെനം നൽകാതിരുന്നത്. ആശുപത്രിയിൽ ആന്റി സ്നേക് വെനം സ്റ്റോക്കുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ താലൂക്ക് ആശുപത്രി അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന് ദീക്ഷിലിന്റെ അച്ഛൻ ദിലീപ് ആരോപിച്ചു. തിരുവനന്തപുരം ചിറയിൻകീഴ് സ്വദേശികളായ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷൽ കഴിഞ്ഞ ദിവസമാണ് പാമ്പ് കടിയേറ്റു മരിച്ചത്. കുഞ്ഞു മരിച്ചതിൽ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചെന്ന് പിതാവ് ആരോപിച്ചതിന് പിന്നാലെയാണ് DMO ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയത്. ദിക്ഷലിന് ചികിത്സ നൽകുന്നതിൽ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് വീഴ്ചയുണ്ടായില്ലെന്നാണ് ഇന്നലെ സൂപ്രണ്ട് DMOയെ അറിയിച്ചത്. തുടർന്നാണ് ഇന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് പ്രകാരം രക്തപരിശോധനയിൽ കുഞ്ഞിന് പാമ്പ് കടിയേറ്റു എന്ന് കണ്ടെത്താത്തതിനാലാണ് ആന്റി വെനം നൽകാതിരുന്നത് എന്നാണ് നൽകിയ വിശദീകരണം. ആശുപത്രിയിൽ ആന്റി വെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നതും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ദിക്ഷലിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പിതാവ് ദിലീപ് ആവർത്തിച്ചു. മീറ്റിംഗ് വന്നതിന് ശേഷം പിന്നെ സംസാരമൊന്നും വെളിയൊന്നുമില്ല. ആ സമയത്ത് ഡോക്ടർ ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ആ ഒരു ഗൗരവത്തിൽ അവരെടുത്തില്ല. മീഡിയ 1 തിരുവനന്തപുരം.